ഇനി നമുക്ക് അറിയേണ്ടത് സോഷ്യൽ സർവേ വിവരശേഖരണ രീതിയെക്കുറിച്ചാണ്. ഇപ്പോൾ സാമൂഹ്യശാസ്ത്ര ഗവേഷണങ്ങളിൽ പൊതുവെ ഉപയോഗിച്ചു വരുന്ന ഒരു വിവരശേഖരണ മാർഗമാണ് സോഷ്യൽ സർവേ അഥവാ സാമൂഹിക സർവേ. പൊതുവെ സാമൂഹിക സർവേകൾ സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെ സൃഷ്ടിപരമായ പരിപാടിയുടെ രൂപീകരണം, ഭൂമിശാസ്ത്രപരമായ പരിധികൾ നിർണ്ണയിക്കുന്ന സാമൂഹികവും ആന്തരിക വ്യവസ്ഥകളുടെ നിലവിലെ അവസ്ഥകളുടെ മെച്ചപ്പെടുത്തൽ എന്നിവയുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. കൃത്യമായ സാമൂഹിക ആഘാതങ്ങളും പ്രക്രിയകളും സാമൂഹിക പ്രാധാന്യവും അളക്കാനും ഒരു മാതൃകയായി ചൂണ്ടിക്കാട്ടാനും സാമൂഹിക അവസ്ഥകളെക്കുറിച്ച് അറിയാനും കഴിയുന്നത് സോഷ്യൽ സർവേയിലൂടെയാണ്. ഇപ്പോൾ സഹകരണാത്മക സാഹചര്യങ്ങളിൽ മാത്രമാണ് സർവേ സാധ്യമാവുക. പൊതുജനാഭിപ്രായം ഉണ്ടാക്കാൻ പര്യാപ്തമായ സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളിൽ ശാസ്ത്രീയ രീതികൾ ഉപയോഗപ്പെടുത്തുന്നു. അത്തരത്തിൽ ഉപയോഗപ്പെടുത്തുന്ന ഒരു പഠന രീതിയാണ് സാമൂഹ്യ സർവേ. സാമൂഹിക മുന്നേറ്റത്തിൻ്റെ ഒരു നിർണായക പരിപാടി അവതരിപ്പിക്കുന്നതിനുള്ള ഉദ്ദേശങ്ങളെയും വ്യവസ്ഥകളെയും കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമായി സോഷ്യൽ സർവേയെ വിലയിരുത്താം എന്ന് അഭിപ്രായപ്പെടുന്ന സാമൂഹ്യശാസ്ത്രകാരന്മാർ ഉണ്ട്. സോഷ്യൽ സർവേ സ്റ്റാറ്റിസ്റ്റിക്കൽ അളവുകളും സാമൂഹ്യശാസ്ത്ര വിദഗ്ധൻ്റെ കമ്പാരേറ്റീവ് മാനദണ്ഡങ്ങളും പരിശോധിച്ചുകൊണ്ടുള്ള സാമൂഹിക ആത്മപരിശോധനയുടെ ഫലമായിരിക്കും. വിവിധ സന്ദർഭങ്ങളിൽ സാമൂഹിക പ്രശ്നങ്ങളുടെ ഒന്നോ അതിലധികമോ ഘട്ടങ്ങളിൽ ഇടപെടുന്നതിനും വിവരശേഖരണത്തിനു വേണ്ടി ഉപയോഗിക്കാവുന്നതുമായ ഒരു വ്യവസ്ഥാപിതമായ മാർഗമാണ് സാമൂഹിക സർവേ എന്ന് ഒട്ടേറെ സാമൂഹിക ശാസ്ത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. പല ഗവേഷണ പ്രശ്നങ്ങളും വ്യക്തിഗത അഭിമുഖങ്ങൾ അല്ലെങ്കിൽ മറ്റു ഡാറ്റ കളക്ഷൻ ഉപാധികൾ ഉപയോഗിച്ച് ജനങ്ങളിൽ നിന്നോ ജനസംഖ്യയിൽ നിന്നോ സാമ്പിളുകളിൽ നിന്നുള്ള വിവരങ്ങൾ ആസൂത്രിതമായി ശേഖരിക്കുന്നു. ഈ പഠനങ്ങളെ സർവേ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. വലിയതോ വ്യാപകമായി ചിതറിക്കിടക്കുന്നതോ ആയ ആളുകളുമായി പരിഗണിക്കുമ്പോൾ മൊത്തം ജനസംഖ്യയുടെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് സർവേക്ക് വിധേയമാകുന്നത്. സർവേകൾ അതുമായി ബന്ധമുള്ള വ്യക്തികളുമായുള്ള നേരിട്ടുള്ള സമ്പർക്കത്തെ ആശ്രയിച്ചിരിക്കുന്നു. സാമ്പിൾ അന്വേഷണത്തിൻ്റെ സ്വഭാവം, പെരുമാറ്റങ്ങൾ അല്ലെങ്കിൽ മനോഭാവം എന്നിവ വളരെ പ്രസക്തമാണ്. അതിനാൽ മറ്റു ആവശ്യങ്ങൾക്കായി രേഖകൾ പഠിക്കുക, പുനഃക്രമീകരിക്കുക, വിശകലനം ചെയ്യുക എന്നിവയിലൂടെ കടന്നുപോകുന്ന ലൈബ്രറികളിലോ ആർക്കൈവ്സുകളിലോ നടത്തിയ ഗവേഷണ പഠനങ്ങളിൽ നിന്നും സർവേ ഏറെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാം. ആവശ്യമുള്ള വിവരങ്ങൾ കൂടുതൽ എളുപ്പത്തിലും കുറഞ്ഞ ചെലവിലും മറ്റു സ്രോതസ്സുകളിൽ നിന്നും ലഭിക്കാതെ വരുമ്പോൾ മാത്രമാണ് സർവേ രീതികൾ പൊതുവെ ഉപയോഗിക്കുന്നത്. പ്രതികരിക്കുന്നവരുമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ അഥവാ റെസ്പോണ്ടൻസ് പ്രാപ്തിയുള്ളവരും ആവശ്യമുള്ള വിവരങ്ങൾ നൽകാൻ തയ്യാറായി ക്ഷമയുള്ളവരുമാകണം. എങ്കിൽ മാത്രമേ സർവേ സാമ്പിൾ നടത്താൻ പറ്റൂ. പ്രതികരിക്കുന്നവർ കുറ്റവാളികളോ ഇരകളോ ആകാൻ സാധ്യതയുണ്ടെങ്കിൽ വിവരങ്ങളൊന്നും പുറത്തേക്ക് കിട്ടില്ല. എന്നു മാത്രമല്ല, പല വിവരങ്ങളും അവർ മറച്ചു വെക്കുകയോ ശേഖരിക്കപ്പെട്ട വിവരങ്ങൾ വികലമാവുകയോ ചെയ്യാം. എന്നിരുന്നാലും വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണങ്ങളോട് പ്രതികരിക്കുന്നവരുടെ സഹിഷ്ണുത അതിശയകരമായി ഉയർന്നതാണെന്ന് തന്നെ പറയാം. ഒരു സർവേയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നയാൾക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ ഒരേ സമയം ഒന്നിൽ കൂടുതൽ പേരുടേതാണ്. ചുരുക്കത്തിൽ, ഒരു നിർദ്ദിഷ്ട സന്ദർഭത്തിൽ ഒരു സമൂഹത്തിലോ ഗ്രൂപ്പിലോ കാണപ്പെടുന്ന വിവരങ്ങളെ പഠനവിധേയമാക്കാൻ അനുയോജ്യമായ രീതിയാണ് സർവേ രീതി. പരീക്ഷണ രീതി പ്രയോഗിച്ച വിവരങ്ങൾ ശേഖരിക്കാൻ പ്രയാസമുള്ളിടത്ത് താരതമ്യ പഠനം വളരെ സാധ്യമല്ലാത്ത സാഹചര്യത്തിൽ ഏറ്റവും അനുയോജ്യമായ ഒരു ഗവേഷണ പഠന രീതിയാണ് സോഷ്യൽ സർവേ. നമുക്ക് അറിയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട സങ്കല്പം നരവംശ ശാസ്ത്ര രീതി അഥവാ എത്നോഗ്രാഫി എന്നുള്ളതിനെ കുറിച്ചാണ്. ഒരു സമൂഹത്തെയും അവരുടെ സംസ്കാരത്തെയും കുറിച്ചുള്ള ആചാരരീതികൾ, ശീലങ്ങൾ, മറ്റു ഭൗതിക സാംസ്കാരിക ഘടകങ്ങൾ, ആശയവിനിമയം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയമായി പഠിക്കുന്ന രീതിയാണ് എത്നോഗ്രാഫിക് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നരവംശാസ്ത്രപരമായ അന്വേഷണ വിശകലന രീതിയാണിത്. പങ്കാളിത്ത നിരീക്ഷണം അഥവാ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ, മുഖാമുഖം അഥവാ അഭിമുഖം തുടങ്ങിയ രീതികൾ ഇവിടെ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നു. ഈ തന്ത്രങ്ങളിലൂടെ ഒരു പ്രത്യേക പരിസ്ഥിതിയിലുള്ള ജനതയെക്കുറിച്ചുള്ള പഠനമാണ് എത്നോഗ്രാഫി. നരവംശാസ്ത്രകാരനായ എച്ച് സിഡ്കി പ്രസ്താവിക്കുന്നത് പോലെ എത്നോഗ്രാഫി അനുഭവപരമായ ഫീൽഡ് വർക്കിലൂടെ സാംസ്കാരിക സമാനതകളും വ്യത്യാസങ്ങളും രേഖപ്പെടുത്തുകയാണ് ആദ്യം ചെയ്യേണ്ടത്. മാത്രമല്ല, മനുഷ്യൻ്റെ സവിശേഷമായ വ്യവഹാരങ്ങളെക്കുറിച്ചും പൊതുരീതികളെക്കുറിച്ചും സാമൂഹികവും സാംസ്കാരികവുമായ സംവിധാനങ്ങളെക്കുറിച്ചുമുള്ള ശാസ്ത്രീയമായ സാമാന്യവൽക്കരണത്തിന് സാധിക്കുന്ന തരത്തിലായിരിക്കണം
ഇത്തരം പഠനങ്ങൾ നടത്തേണ്ടത്. കാരണം ഒരു പഠന വകുപ്പ് എന്ന നിലയിലും അന്വേഷണ രീതി എന്ന നിലയിലും നരവംശാസ്ത്ര രീതി സമഗ്രമായിരിക്കും. ഒരു സമൂഹത്തിൻ്റെ ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും ഭാവിയെയും സ്ഥലത്തെയും അത് നിരീക്ഷണത്തിനും പ്രവചനത്തിനും വിധേയമാക്കുന്നു എന്നുള്ളതാണ്. ഒരു സമൂഹത്തിൻ്റെ വിശദമായ വിവരണം സാഹചര്യത്തെ കൂടി വിശദീകരിക്കുന്നു. അത്തരം വിവരണങ്ങൾ സാഹചര്യങ്ങളെക്കുറിച്ച് സമഗ്രവും സ്ഥൂലവുമായ ധാരണ ഉണ്ടാക്കുന്നു. സമൂഹത്തിലെ അംഗങ്ങൾ കാണുന്നത് പോലെ എഥനോഗ്രാഫറും പ്രശ്നങ്ങളെ നോക്കിക്കാണേണ്ടതുണ്ട്. എഥനോഗ്രാഫിയുടെ രീതി ജനതയുടെ ജീവിത രീതി നിരീക്ഷണ വിധേയമാക്കി അത് രേഖപ്പെടുത്തുക എന്നതാണ്. കമ്മ്യൂണിറ്റികളെയും സംസ്കൃതികളെയും വിവരിക്കുന്നതിന് എഥനോഗ്രാഫർക്കൊരു അതിൻ്റേതായ സമീപനങ്ങളും പഠനരീതി ശാസ്ത്രങ്ങളും സ്വീകരിക്കാവുന്നതാണ്. ക്ലാസിക് എഥനോഗ്രാഫി ഗവേഷണത്തിൻ്റെ ഉത്ഭവ ആശയത്തിന് പുറത്തുള്ള ഒരു സംസ്കാരത്തിൻ്റെയും ഗ്രൂപ്പിൻ്റെയും വിശദമായ വിവരണം ഉൾപ്പെടുന്നു. എഥനോഗ്രാഫിക് ഗവേഷണത്തിൽ ഏർപ്പെടുന്നവർ വർഷങ്ങളോളം പഠന വിഷയങ്ങളോടൊപ്പം താമസിച്ച് അവരോടൊപ്പം ജീവിച്ച് ധാരാളം സമയം ചെലവഴിച്ചാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത്. അത്തരം പഠനത്തിന് വിധേയമാകുന്ന ഒരു സാമൂഹിക പരിസരത്തിന് ഫീൽഡ് എന്നുകൂടി വിളിക്കാം. സമൂഹത്തിനിടയ്ക്ക് താമസിക്കുന്ന സമയം ഗവേഷകന് ഈ മേഖലയിലെ വിവരങ്ങൾ ആശയവിനിമയം നടത്തുന്ന എഥനോഗ്രാഫികൾ എന്നറിയപ്പെടുന്ന വിശദമായ ലിഖിത സാംസ്കാരിക വിവരങ്ങൾ നിർമ്മിക്കാനായിട്ട് കഴിയുന്നു. സമകാലിക എഥനോഗ്രാഫിക് ഗവേഷണത്തിനു വേണ്ടി ഗവേഷകന്റെ സ്ഥാനത്തിന് പുറത്തുള്ള ജനതയെ നോക്കുക മാത്രമല്ല അകത്തുള്ളവരെ നന്നായി പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അങ്ങനെ എഥനോഗ്രാഫിക് പഠനം ഒരു സംസ്കൃതി നിന്നുകൊണ്ടുള്ള ഒരു കാലിക ഗവേഷണമായി കണക്കാക്കാം. എന്നാൽ ഷോപ്പിംഗ് മാളുകളും മെട്രോ ഗതാഗത സംവിധാനങ്ങളും സൈബർ സ്പേസും മാലിന്യങ്ങളും ലൈബ്രറികളും എഥനോഗ്രാഫിക് ഗവേഷണത്തിൽ ഉൾപ്പെടുന്നതിനുള്ള പരിമിതികളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് ക്ലാസിക് എഥനോഗ്രാഫിക് പഠനത്തിന് വഴങ്ങുന്ന വിഷയങ്ങളല്ല. ഹ്രസ്വകാലത്തിനിടയ്ക്ക് ഗവേഷണ റിപ്പോർട്ടുണ്ടാക്കാൻ ഈ രീതിക്ക് ചില പരിമിതികളുണ്ട്. അങ്ങനെ ചെയ്താൽ അത് റിസർച്ചിൻ്റെ ഗുണനിലവാരത്തെ വലിയ രീതിയിൽ ബാധിക്കും. ക്ലാസിക് സമകാലിക എഥനോഗ്രാഫിക് റിപ്പോർട്ടുകൾ വിവരണാത്മകവും വ്യാഖ്യാനപരവുമായിരിക്കും. വിവരണാത്മക കൂടിയതിനാൽ തന്നെ വിശദാംശങ്ങൾ നിർണായകവുമായിരിക്കും. വിശദമായ വിവരങ്ങൾ ശേഖരിക്കാതെ തന്നെ നിരീക്ഷകൻ അല്ലെങ്കിൽ നിരീക്ഷകയുടെ നിരീക്ഷണ വസ്തുവിൻ്റെ പ്രാധാന്യം എന്നിവ എഥനോഗ്രാഫിക് റിസർച്ചിൽ വളരെ നിർണായകമാണ്. അത് എഥനോഗ്രാഫർ തന്നെ കൃത്യമായി നിർണയിക്കണം. എഥനോഗ്രാഫിയുടെ രീതി അല്പം ആഴത്തിലുള്ളതാണ്. കനം കൂടിയ വിവരണമെന്നാണ് സാമൂഹ്യശാസ്ത്രകാരനായ ക്ലിഫോർഡ് ആ ശാസ്ത്രത്തെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നത്. ചുരുക്കത്തിൽ ഒരു സമൂഹത്തിൻ്റെ കഥയും ആശയവും ആ സമൂഹത്തിൽ നിന്ന് തന്നെ നേടുകയാണ് എഥനോഗ്രാഫി ചെയ്യുന്നത്. അതിനെ കൾച്ചറൽ റൈറ്റിംഗ് എന്നും വിളിക്കാറുണ്ട്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ പഠനവിധേയമാക്കുകയും അറിഞ്ഞിരിക്കുകയും വേണം.